തിരുവനന്തപുരത്ത് 52-കാരിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ 28-കാരനായ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി. കുന്നത്തുകാൽ ത്രേസ്യാപുരത്താണ് സംഭവം നടന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് നെയ്യാറ്റിൻകര അതിയന്നൂർ അരുൺ നിവാസിൽ അരുൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കുന്നത്തുകാൽ വില്ലേജിൽ ത്രേസ്യാപുരം പ്ലാങ്കാല പുത്തൻ വീട്ടിൽ 52-കാരിയായ ശാഖാകുമാരിയാണ് കൊല്ലപ്പെട്ടത്. 2020 ഡിസംബർ 26 പുലർച്ചെ 1:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പുലർച്ചെ 1:30-യോടെ അരുൺ ബെഡ്റൂമിൽ വെച്ച് ബലം പ്രയോഗിച്ച് ഇലക്ട്രിക് വയറിലൂടെ ശാഖാകുമാരിയുടെ വലത് കൈത്തണ്ടയിലും മൂക്കിലും കറണ്ട് കയറ്റിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ക്രിസ്മസ് രാത്രിയിൽ ബന്ധുക്കൾ മടങ്ങിയ ശേഷം അരുൺ ഭാര്യയെ കൊല്ലാൻ മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ച് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാഖാകുമാരി ചെറുപ്പക്കാരനായ അരുണുമായി പ്രണയത്തിലായതിന് പിന്നാലെയായിരുന്നു വിവാഹം. ഇലക്ട്രീഷ്യനായിരുന്നു പ്രതിയായ അരുൺ. ധനികയായ ശാഖാകുമാരിക്ക് തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായ ഒരു കുഞ്ഞു ജനിക്കണമെന്ന ആഗ്രഹമാണ് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും കലാശിച്ചത്. 2020 ഒക്ടോബർ 29-നായിരുന്നു ഇരുവരുടെയും വിവാഹം. എന്നാൽ വിവാഹം രഹസ്യമാക്കി വെക്കാനായിരുന്നു അരുൺ ശ്രമിച്ചത്. വിവാഹത്തിന് മുന്നേ തന്നെ അരുൺ ശാഖാകുമാരിയിൽ നിന്നും പണം വാങ്ങിയതിനൊപ്പം തന്നെ കാർ, ബൈക്ക് എന്നിവ ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് വാങ്ങി ആഡംബര ജീവിതം നയിച്ചിരുന്നു. കുട്ടികൾ വേണമെന്ന ശാഖാകുമാരിയുടെ ആഗ്രഹവും ഭാര്യയുടെ പ്രായക്കൂടുതലും അരുണിനെ കൊല നടത്താൻ പ്രേരിപ്പിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശാഖാകുമാരിയെ തെളിവില്ലാതെ കൊലപ്പെടുത്തി നിയമപരമായ ഭർത്താവെന്ന നിലയിൽ സ്വത്തുക്കളുടെ അവകാശിയായി മാറുകയെന്നതായിരുന്നു അരുൺ ലക്ഷ്യമിട്ടിരുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അരുണിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കേസിലെ ശിക്ഷയിന്മേൽ ഇരുഭാഗം വാദം കേൾക്കുന്നതിനും വിധി പറയുന്നതിനുമായി ഇന്നത്തേക്ക് വിചാരണ മാറ്റിവെച്ചിരിക്കുകയാണ്. വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന M ശ്രീകുമാറാണ് കേസന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A അജികുമാറും ഹാജരായി.